തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. ഇഷ്ടക്കാരെ തിരികെ കയറ്റി അനധികൃത നിയമനം നടത്തുന്ന മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മേയറുടെ ഡയസിൽ കയറി ബി.ജെ.പി. കൗൺസിലർമാർ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധം കനത്തതോടെ പോലീസ് കൗൺസിലർമാരെ പിടിച്ചുമാറ്റി. തുടർന്ന് കൗൺസിൽ ഹാളിനും നഗരസഭയ്ക്കും പുറത്ത് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ബി.ജെ.പി. അറിയിച്ചു. CPM കൗൺസിലറെയും CPMന്റെ കഴക്കൂട്ടം കൗൺസിലർ ഉൾപ്പെടെയുള്ള CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും അവരുടെ ബന്ധുക്കളെയൊക്കെ തിരികെ കയറ്റിയ ഒരു അനധികൃത നിയമന പട്ടിക വരുന്നുണ്ട്. അത് ഈ കൗൺസിൽ പാസ്സാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. സകല ശക്തി ഉപയോഗിച്ച് ചേർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ അജണ്ട തിരുത്തണമെന്ന് പറഞ്ഞിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയെ കണ്ട് വിയോജന കുറിപ്പ് കൊടുത്തിരുന്നു. എന്നാൽ LDFനുള്ള ഭൂരിപക്ഷം വെച്ചുകൊണ്ട്, ഒരു 10 പേരുടെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട്, ന്യായമായ ആവശ്യത്തെ, ജനങ്ങളുടെ ആവശ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് CPM കഴക്കൂട്ടം കൗൺസിലർ LS കവിതയെ ഉൾപ്പെടെ താൽക്കാലിക ജീവനക്കാരിയായിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം കോർപ്പറേഷൻ കാലാവധി വെറും 4 മാസം നിലനിൽക്കെ അനധികൃതമായ നിയമനം നടത്തി CPMന്റെ നേതാക്കന്മാരെയും മേയറുടെ ആൾക്കാരെ തിരികെ കയറ്റി, താൽക്കാലിക തസ്തികകളിൽ തിരികെ കയറ്റി അനധികൃത നിയമനം നടത്താൻ തീരുമാനിച്ച ഈ സ്ഥിതി ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. BJP അതിശക്തമായ പ്രക്ഷോഭം കഴിഞ്ഞ 1 മാസക്കാലമായി നിരവധി സമരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നു. 4 വർഷക്കാലമായി BJPയുടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഇവിടുത്തെ കൗൺസിലർമാർ ശക്തമായ പ്രക്ഷോഭത്തിലാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം നടന്നു. ഇഷ്ടക്കാരെ തിരികെ കയറ്റി അനധികൃത നിയമനം നടത്തുന്ന മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടന്നത്. മേയറുടെ ഡയസിൽ കയറി ബി.ജെ.പി. കൗൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് അത്തരത്തിലായിരുന്നു പ്രതിഷേധം കനത്തത്. അതേ തുടർന്ന് കൗൺസിലർമാരെ പിടിച്ചു മാറ്റുകയും ചെയ്തു. എന്തായാലും വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മേയർ ആര്യ രാജേന്ദ്രനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അനധികൃത നിയമനം നടക്കുന്നു, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സർക്കാർ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അനധികൃത നിയമനവും പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജനം TV തന്നെ മുൻപേയും കൊടുത്തിട്ടുള്ളതാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും മേയറുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ പ്രശാന്ത്? അഞ്ജന, ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJP കൗൺസിലർമാർ നടത്തിയത്. ഇടത് ഭരണസമിതി നടത്തുന്ന അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ തന്നെ BJP ഇത് വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ അഴിമതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൗൺസിൽ യോഗത്തിലടക്കം ശക്തമായ പ്രതിഷേധവുമായി BJP എത്തുമെന്നടക്കമുള്ള കാര്യങ്ങൾ BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന് സമാനമായ രീതിയിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു. പ്രതിഷേധത്തിന് കാരണമെന്ന് പറയുന്നത് അനധികൃതമായിട്ട് CPM അല്ലെങ്കിൽ ഇടത് അനുകൂലികളായിട്ടുള്ള CPM പ്രവർത്തകരെ അടക്കം അനധികൃതമായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തിരികെ കയറ്റാൻ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. മാത്രമല്ല, കഴക്കൂട്ടം കൗൺസിലറായിട്ടുള്ള കവിത LSനെ അടക്കം നിയമനം നൽകിക്കൊണ്ട് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ കരാർ വിഭാഗത്തിൽ നിയമനം നടത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നിയമനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പട്ടിക റദ്ദാക്കണമെന്നടക്കമുള്ള ആവശ്യം, ലിസ്റ്റിൽ റദ്ദാക്കണം എന്നടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. എന്നാൽ പ്രതിഷേധം ശക്തമായി കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മേയറുടെ കയറി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചും പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് BJP കൗൺസിലർമാരുടെ പ്രതിഷേധം തുടർന്നതോടെ ഈ ഭരണകക്ഷിയിൽപ്പെട്ട കൗൺസിലർമാരും തിരിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറെ നേരം പ്രതിഷേധം കനത്തതോടെ പോലീസും സ്ഥലത്തേക്ക് എത്തുകയും ഈ പ്രതിഷേധിച്ച കൗൺസിലർമാരെ അവിടെ നിന്നും പിടിച്ചുമാറ്റുന്ന നിലയിലേക്ക്, അതായത് ഡയസിൽ നിന്നും ഇറക്കുന്ന നിലയിലേക്ക് എത്തി. പ്രതിഷേധങ്ങൾക്കിടയിൽ മേയർ ആര്യ രാജേന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുകയും കൗൺസിൽ നടപടികൾ പുരോഗമിക്കുകയും അജണ്ടയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയും, അതായത് നേരത്തെ പറഞ്ഞ ഈ അനധികൃത നിയമനം അടക്കമുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. തുടർന്ന് BJP കൗൺസിലർമാർ വീണ്ടും പ്രതിഷേധം ശക്തമാക്കി. അതിനുശേഷം കൗൺസിൽ യോഗത്തിന് പിന്നാലെ, അതായത് മേയർ ഈ അജണ്ട പാസ്സാക്കി മേയർ പോയതിന് പിന്നാലെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയും കൗൺസിൽ ഹാളിന് ചുറ്റും
പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് പുറത്തും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും BJPയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധമുണ്ടാകും. മാത്രമല്ല ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയിൽ ഇടത് ഭരണസമിതി നടത്തുന്ന ഈ അഴിമതി ജനങ്ങളെ ബോധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സമരങ്ങൾ വ്യാപിപ്പിക്കും. മാത്രമല്ല എല്ലാ തരത്തിലെയും താഴെത്തട്ടിലേക്ക് അടക്കം വ്യാപിപ്പിച്ചുകൊണ്ട് ഈ നഗരസഭയിലെ കള്ളക്കളി, മേയറും കൂട്ടരും നടത്തുന്ന നഗരസഭയിലെ കള്ളക്കളി അത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള തരത്തിലുള്ള സമര പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് BJP നേതാവ് VV രാജേഷ് പറഞ്ഞു. അതോടൊപ്പം തന്നെ സമരക്കാർക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ സ്ഥലത്തെത്തുകയും ചെയ്തു, നഗരസഭയിലെത്തുകയും ചെയ്തു. കരമന ജയനും പൂർണ്ണ പിന്തുണ ഈ പ്രതിഷേധിച്ച BJP കൗൺസിലർമാർക്ക് നൽകുകയും ചെയ്തു. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ശക്തമായ രീതിയിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം നടക്കുമെന്നും അറിയിക്കുകയും ചെയ്തു. എന്തായാലും കൗൺസിൽ യോഗം വളരെ രീതിയിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാഗ്വാദങ്ങൾ ഉണ്ടാകുകയും പോലീസ് അടക്കമുള്ളവർ എത്തി കൗൺസിലർമാരെ പിടിച്ചുമാറ്റുന്ന നിലയിലേക്കെല്ലാം നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. ശക്തമായ പോരാട്ടം തന്നെയായിരുന്നു BJP കൗൺസിലർമാർ നഗരസഭയിൽ കാഴ്ചവെക്കുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ, അതായത് സ്വജനപക്ഷപാതവും അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തുന്നതോടൊപ്പം തന്നെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിക്കൊണ്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ ഇനിയും പ്രതിഷേധമുണ്ടാകുമെന്ന് BJP അറിയിക്കുകയും ചെയ്തു. അഞ്ജന. ശരി. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലാണ് BJP കൗൺസിലർമാരുടെ പ്രതിഷേധം നടന്നത്. ഇഷ്ടക്കാരെ തിരികെ കയറ്റി അനധികൃത നിയമനം നടത്തുന്ന മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇതേ തുടർന്ന് മേയർ ഡൈസിൽ കയറി BJP കൗൺസിലർമാർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.